ഇതാണ് ഞാൻ നോക്കുന്ന പ്ലാൻ. അൺടിൽ ഈ ഒരു ലോയും ഒക്കെ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ പ്ലാൻ ക്യാൻസൽ ആണ്. ഇത് പിടിച്ചോ, 35 പോയിന്റ് ടാർഗറ്റ് ഉണ്ട്. അത് ഈ ട്രേഡിൽ എൻട്രി ചെയ്തേക്കുന്നവര് ബ്രേക്ക് ഈവൻ ആക്കിയാലും വെക്കണം. കാര്യം ഓൾമോസ്റ്റ് ആ ടാർഗറ്റ് എത്താറായി. ഓൾമോസ്റ്റ് ഒരു 30 പോയിന്റ്സ് അതിൽ കവർ ചെയ്യാൻ പറ്റി കാണും. ഇപ്പം നിങ്ങൾ ഇതിന്റെ ഓപ്ഷൻ ചാർട്ടിലൊന്ന് ജസ്റ്റ് നോക്കി നോക്കട്ടോ, അതിന്റെ മൂവ്മെന്റ് ഒക്കെ. അപ്പം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ദിവസം നമ്മൾ ഇങ്ങനത്തെ ക്യാച്ച് ചെയ്യും. പ്ലാൻ ഇതാണ്, സെല്ലാണ് ബാങ്ക് നിഫ്റ്റിയില്. ഇവിടെ എവിടെയെങ്കിലും ഒരു പുതിയ സ്ട്രക്ചർ കിട്ടണം, നമ്മളിത് ഈ സാധനം എടുക്കാൻ നോക്കും. ടിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുന്നത് വരെ ഈ പ്ലാൻ ഓക്കെ ആണ്. എങ്ങനെ മനസ്സിലായ ഇത് ബേസ് ചെയ്തിട്ട് ട്രാപ്പ് നമ്മൾ ഇതിലല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ചാർട്ടിംഗ് ബേസ് ചെയ്തിട്ടാണ് ആ കൺഫർമേഷൻ എനിക്ക് ഇവിടെ കിട്ടിയത്. ഈ ഒരു പോയിന്റ് അതായത് ഇത് മാർക്ക് ചെയ്തിട്ടേക്കും. വോയിസ് ഓക്കെ ആണോ? അതിലും ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇന്ന് എക്സ്പയറി അല്ലേ, നിഫ്റ്റിയുടെ റേഞ്ച് ആയിരിക്കും. ഇന്നത്തെ വ്യൂ പറയാം. പ്ലാൻ വ്യൂ ബൈ ആണ്. ബാങ്ക് നിഫ്റ്റി നോക്കാം നമുക്ക്. ബാങ്ക് നിഫ്റ്റിയില് ബൈ ആണ് നമ്മൾ എടുക്കേണ്ടത്. മീൻസ് ഞാൻ നോക്കുന്നത് ബൈ ആണ് പ്ലാൻ. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റ്, ഇതാണ് ഞാൻ നോക്കുന്ന പ്ലാൻ. അൺടിൽ ഈ ഒരു ലോയും ഒക്കെ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ പ്ലാൻ ക്യാൻസൽ ആണ്. പ്ലാൻ ക്ലിയർ ആണോ? യെസ്. നിഫ്റ്റി ഫുള്ള് റേഞ്ച് ആണ്. എനിക്ക് അധികം ഓർഡേഴ്സ് ഒന്നും, ഞാൻ ഇന്നലെ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു. നിഫ്റ്റി നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ വരാനാണ്. കാര്യം ഇവിടെ നിന്ന് ഈ എൻട്രി നമുക്ക് ടൈം കുറവാണ്. അല്ലെങ്കിൽ ഇതുവരെ എന്തായാലും വരേണ്ട കാര്യമുണ്ട്. ചിലപ്പോൾ ഒരു ഗ്യാപ്പിലൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന്. അതുപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു നല്ല അത്യാവശ്യം ഗ്യാപ്പിൽ. ഇതുവരെ വരാനുള്ള റീസൺ ഉണ്ടായിരുന്നു. നിഫ്റ്റിയില് ട്രേഡ് ഒന്നും ഇല്ല ബ്രോ. എനിക്ക് പ്രോപ്പർ ഓർഡേഴ്സിൽ തന്നെ എക്സ്പയറി അന്ന് എപ്പോഴും റേഞ്ച് ആയിരിക്കും. അത് ഈ ഒരു ടൈമിൽ ഒരു സ്പൈക്ക് കിട്ടുമായിരിക്കാം, ആയിരിക്കില്ല. എനിക്ക് പിന്നെ പ്രോപ്പർ ഇതിൽ അധികം ഓർഡേഴ്സ് ഒന്നും കിട്ടിയിട്ടുമില്ല. അതാണ് പ്ലാൻ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഈ ഏരിയയിൽ വന്നാൽ ഇവിടുന്ന് ബൈ ചെയ്യാനായിരുന്നു ബാങ്ക് നിഫ്റ്റി. ബട്ട് ഈ ഒരു ഏരിയയിൽ വന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. വീണ്ടും ഈ ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഒരു ബൈ നോക്കാം. പ്ലാൻ ചെയ്യുന്നില്ല. വ്യൂ ആ വ്യൂവിൽ തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴാണോ എൻട്രി കിട്ടുന്നത് അതുപോലെ കറന്റ് സെയിം പ്ലാൻ തന്നെ അത്യാവശ്യം വരുന്നുണ്ട്. അതുകൂടി ഒന്ന് കൺഫേം ആയ ഒരു എൻട്രി കൂടി കിട്ടുമോ നോക്കാം. ഇല്ല, ഇന്ന് എൻട്രി ഒന്നും ആയിട്ടില്ല. ഇത്ര കൂടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്കിൽ നമുക്ക് ഒരു ട്രേഡ് കൂടി പ്ലാൻ ചെയ്യാം. പ്ലാൻ ഞാൻ ആയിട്ടില്ല, ആവുമ്പോൾ പറയാം. നാളെ നമ്മുടെ ലൈവ് ചിലപ്പോഴേ കാണുള്ളൂ കേട്ടോ. ഇൻകേസ് അങ്ങനെയാണെങ്കിൽ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു പ്ലാനും കൂടെ നോക്കാം. വി ക്യാൻ ഈ ഒരു ഏരിയയിൽ വരാനുള്ള ചാൻസ് എനിക്ക് ഒരു ഒറ്റ കൺഫർമേഷൻ കൂടി കിട്ടാനുണ്ട്. അതായത് പ്രൈസ് ഇതുവരെ വരാനുള്ള ചാൻസ് ഹൈ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കാൽപ്പ് എൻട്രീസ് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതുവരെ ക്യാച്ച് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കൺഫർമേഷൻ കൂടെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള പ്ലാൻ നോക്കും. എനിക്കൊരു കൺഫർമേഷൻ കൂടി കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ ഈ പ്ലാൻ നമ്മൾ നോക്കത്തുള്ളൂ. ഇത് ബ്രേക്ക് ആവുന്നത് വരെ ഞാൻ ഈ പ്ലാൻ നോക്കും. ഈ ഒരു ഏരിയ വരെ നോക്കാം ഇത് കിട്ടുമല്ലോ. ലോവർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും സ്കാൽപ്പ് ചെയ്ത് ഇങ്ങോട്ട് ഇതുവരെ ടാർഗറ്റ് ചെയ്യാൻ എന്തെങ്കിലും സെറ്റപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പിടിക്കാം. പ്ലാൻ ക്ലിയർ ആണോ? കുറേ ജസ്റ്റ് ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഇപ്പൊ കറന്റ്ലി നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലെ പ്ലാൻ ആണ്. പ്രൈസ് ഈ ഒരു ഏരിയ വരെ വരാനുള്ള ചാൻസ് ഹൈ ആണ്. സോ നിങ്ങൾക്ക് അതുവരെ എന്തെങ്കിലും സ്കാൽപ്പ് കിട്ടുമെങ്കിൽ അത് ക്യാച്ച് ചെയ്യാം. ബട്ട് നമ്മുടെ മെയിൻ പ്ലാൻ വരുന്നത്, എനിക്കിനി ഒരു കൺഫർമേഷൻ കൂടി പ്രൈസ് ഈ സോണിൽ എത്തിയിട്ട് കിട്ടാനുണ്ട്. ആ കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇത് പ്ലാൻ ചെയ്യാം. ഈ ഒരു ട്രേഡ് എനിക്ക് ഇവിടെയുള്ള കൺഫർമേഷൻസ് ഇത് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ക്ലിയർ എന്ന് പറഞ്ഞ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. സ്കാൽപ്പിംഗ് പുട്ടാണ് അത് മെയിൻ എൻട്രി അല്ല. അതുവരെ വരാൻ ചാൻസ് ഉണ്ട്. ടൈം ഫ്രെയിമിലൂടെ എന്തെങ്കിലും കോൺഫിഡൻസ് കിട്ടുവാണെങ്കിൽ ആ കൺഫർമേഷൻസ് കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് പിടിക്കാം. കോള് ആ പ്രൈസ് വന്നിട്ട് എനിക്ക് ഒരു കൺഫർമേഷൻ, എനിക്ക് അവിടെ വന്നൊരു കൺഫർമേഷൻ കൂടി ഉണ്ട്. കണ്ടിട്ട് ഇപ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റില്ല. മറ്റത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുമെങ്കിൽ ആ ഇത് പിടിച്ചോ. അത് 35 പോയിന്റ് ടാർഗറ്റ് ഉണ്ട്. അത് ഈ ട്രേഡിൽ എൻട്രി ചെയ്തേക്കുന്നവര് ബ്രേക്ക് ഈവൻ ആക്കിയെല്ലാം വെക്കണം. കാര്യം ഓൾമോസ്റ്റ് ആ ടാർഗറ്റ് എത്താറായി. ആ സൗണ്ടിലോട്ട് എത്തിയ ചിലപ്പം അവിടെ നിന്നൊരു റിയാക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചെറിയ സ്കാൽപ്പല്ല. ഇപ്പം അധികം ഓൾമോസ്റ്റ് ഒരു 30 പോയിന്റ്സ് അതിൽ കവർ ചെയ്യാൻ പറ്റി കാണും. ഇപ്പം വേറെങ്കിലും ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്തോട്ടോ. ഞാൻ ഈ ട്രേഡ് ആരും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്കാൽപ്പ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എടുക്കണമെന്നില്ല. ഞാൻ എക്സിറ്റ് ആണ് ഇവിടെ. ഈ സ്കാൽപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫുൾ പോർഷൻ ഇവിടെ എക്സിറ്റ് ആയിട്ട്. ഇത് ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ അതോ ജസ്റ്റ് വാച്ചിങ് മാത്രമാണോ? നിങ്ങൾ ഇതിന്റെ ഓപ്ഷൻ ചാർട്ടിലൊന്ന് ജസ്റ്റ് നോക്കി നോക്കട്ടോ അതിന്റെ മൂവ്മെന്റ് ഒക്കെ. അപ്പം
ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ദിവസം നമ്മൾ ഇങ്ങനത്തെ ക്യാച്ച് ചെയ്യും. വാച്ചിങ് ഓക്കെ ഓക്കെ ഓക്കെ. അധികം ഈ സെറ്റപ്സ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട. വാച്ച് ചെയ്താൽ മതി. നമുക്ക് ഇനി അപ്കമിങ് ഡേയ്സിൽ അത് പിടിച്ചു പോവാം. എൻട്രി കിട്ടിയില്ല കുഴപ്പമില്ല. ബിഗിനേഴ്സ് ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ ചാർട്ട് എടുത്തിട്ട് ആ പ്രൈസ് മൂവ്മെന്റ്സ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ബ്രേക്ക്ഔട്ട് അല്ല, ബ്രേക്ക്ഔട്ട് ഒന്നും നമുക്ക് ഇവിടെ എൻട്രി ഇല്ല. ഇവിടുന്ന് ഡൗൺ പോവോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഒരു കൺഫർമേഷൻ കിട്ടണമെന്ന് പറഞ്ഞത് ഓർഡേഴ്സ് പ്രകാരം. അതെനിക്ക് ഇപ്പം ഇതുവരെ ആയിട്ടില്ല. ആ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നേരത്തെ പറഞ്ഞ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ 2 പോയിന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് പ്രൈസ് നിന്നാലും മതി കേട്ടോ. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്ലാൻ ക്യാൻസൽ ആവും. ഈ റെഡ് പോയിന്റ് ഇത് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ബട്ട് ഇന്നത്തെ അല്ല, പ്രീവിയസ് ഡേയ്സിൽ ഏതൊരു ദിവസത്തെയാണ്. മറ്റേ ഇവിടുത്തെ സ്കാൽപോസ്റ്റ് 50 പോയിന്റ്സ് കവർ ആയി കാണുമല്ലോ. ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഓപ്ഷൻസിലാണോ ട്രേഡ് എടുക്കുന്നത്? അതെ, ഓപ്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്ഷൻ ബൈങ് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഏതാണ്? സ്ട്രൈക്ക് പ്രൈസ് ആണോ? നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ആണെങ്കിൽ ATM or ITM ആയിരിക്കും ട്രേഡ് എടുക്കുന്നത്. ATM സ്ട്രൈക്ക് പ്രൈസ് എടുത്ത് നോക്കിയിട്ട് ഇതാണോ ATM or ITM അത് ഓപ്റ്റ് ചെയ്യുക. ആ സമയത്തുള്ളത്, ആ ഏരിയയിലുള്ളത് ഏതാണെന്നുള്ളത്. ഓക്കെ, ഈ ഏരിയ നമുക്ക് ബ്രേക്ക് ആയി പ്ലാൻ നോക്കാം. അതായത് നേരത്തെ പ്ലാൻ ക്യാൻസൽ ആണ്, വേറെ പുതിയ പ്ലാൻ നമുക്ക് നോക്കാം. ഇതൊന്ന് ഈ ക്യാൻഡിലൊന്ന് ക്ലോസ്, ഈ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യാൻ പ്ലാൻ ഇതാണ്. സെല്ലാണ് ബാങ്ക് നിഫ്റ്റിയില്. ഇവിടെ എവിടെയെങ്കിലും ഒരു പുതിയ സ്ട്രക്ചർ കിട്ടണം എന്ന് നമ്മളിത് ഈ സാധനം എടുക്കാൻ നോക്കും. ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുന്നത് വരെ ഈ പ്ലാൻ ഓക്കെ ആണ്. ഇവിടെ ഇങ്ങനെ കിട്ടിയാലും നമുക്ക് മതി, ഇങ്ങനെ കിട്ടിയാലും ഓക്കെ ആണ്. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള പ്ലാൻ. നമുക്ക് ഇനി ഒരു 40 മിനിറ്റ്സ് കൂടി ഉള്ളൂ. ഇതിനുള്ളിൽ ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് എടുക്കാം. പ്ലാൻ ക്ലിയർ ആണോ? ക്ലിയർ ആണ്, എല്ലാവരും ക്ലിയർ എന്നിട്ടേങ്ങനെ. ഇതിനിടയ്ക്ക് ആരെങ്കിലും വേറെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ? ഇതെല്ലാണോ പ്ലാൻ? ബ്രോ എന്തുകൊണ്ടാണ് ആ റേഞ്ച് വരെ മാർക്കറ്റ് പോകുന്നത് ഷുവർ ആയിട്ട് പറഞ്ഞ സ്കാൽപ് ട്രേഡ്? എനിക്ക് മോളില് അതിന്റെ റീസൺ ഇതാണ്. അതായത് ഇപ്പം ഈ ചാർട്ടിൽ പറയുകയാണെങ്കിൽ രാവിലെ നമ്മളെ പ്ലാൻ ബൈ ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞു, അത് നമ്മൾ ഈ ഏരിയയിൽ വന്നാൽ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ബട്ട് അവിടെ എൻട്രി നമുക്ക് കിട്ടിയില്ല. ബട്ട് ഡയറക്ഷൻ അതുപോലെ പോയി. ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ബൈയേഴ്സ് അവിടെ ട്രാപ്പ് ആവുന്ന കണ്ടു. അപ്പം ആ കൺഫർമേഷൻ എനിക്ക് ഇത് ബ്രേക്ക് ആയപ്പോഴാണ് കിട്ടിയത്. ട്രാപ്പ് കണ്ടു, അതിനൊരു കൺഫർമേഷൻ വേണമല്ലോ. സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഓപ്പൺ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു മോർണിംഗില്. അപ്പം ആ ഓർഡർ എന്തായാലും കവർ ചെയ്യാൻ വരണം. ഓൾറെഡി ബയേഴ്സ് അവിടെ ട്രാപ്പായി. സോ ആ റീസൺ വെച്ചിട്ടാണ് ഞാനിത് ക്യാച്ച് ചെയ്യാൻ നോക്കിയത്. ബട്ട് എന്റെ എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. ഈ പോയിന്റ് വരെ എന്തായാലും അതാണ്. അത് ഓപ്ഷന്റെ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു റീട്രേസ്മെന്റ് കാണാൻ പറ്റും. ഞാൻ അവിടെയാണ് എക്സിറ്റ് ചെയ്തത്. ബയേഴ്സ് ട്രാവൽ എങ്ങനെ മനസ്സിലായി? ഇത് ബേസ് ചെയ്തിട്ട് ട്രാപ്പ് നമ്മൾ ഇതിലല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന. ചാർട്ടിംഗ് ബേസ് ചെയ്തിട്ടാണ് ആ കൺഫർമേഷൻ എനിക്ക് ഇവിടെ കിട്ടിയത്. ഈ ഒരു പോയിന്റ് അതായത് ഇത് മാർക്ക് ചെയ്തിട്ടേക്കുന്നത്. ഈ പ്ലാൻ നിഫ്റ്റിയിലും ചെയ്യാം. ബട്ട് ഇവിടെ എനിക്ക് അത്ര പ്രോപ്പർ ആയിട്ട് തോന്നിയില്ല. ഇൻ കേസ് നിഫ്റ്റിയിൽ ഈ സെല്ല് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടാർഗറ്റ് വരെ ക്യാച്ച് ചെയ്യാം. ഈ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പ്ലാൻ ഇവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണെങ്കിലും ഓക്കെ ആണ് കേട്ടോ. ഈ രീതിക്ക് പ്രൈസ് വന്നാലും പ്ലാൻ ഡ്രോപ്പ് അല്ല. പ്ലാൻ തിരിച്ച് ഒരു 5 മിനിറ്റ്സ് കൂടെ ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നോക്കാം. അങ്ങനെ വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. വ്യൂ സെയിം ഇത് തന്നെയാണ്, സെല്ല് തന്നെയാണ്. തിരിച്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ട് പ്രൈസ് വന്നാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഗ്യാരണ്ടി ഉണ്ടല്ലോ ഇനി. അതായത് ഈ സെയിം സാധനം നിഫ്റ്റിയില് വേണമെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്ക് എടുക്കാം. ബട്ട് ഇത് റിസ്കിയാണ്. ഈ സെറ്റപ്പ് റിസ്ക് ആണ്. പ്ലാൻ ഡ്രോപ്പ് ആയിട്ടില്ല കേട്ടോ. പ്ലാൻ ഇത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇത് ഇവിടെ വന്നാൽ എടുക്കാം, നിഫ്റ്റിയിൽ ഇതും എടുക്കാം. പക്ഷേ ഇത് ഇച്ചിരി റിസ്ക് എൻട്രി ആണ്. നിഫ്റ്റിയിൽ ഇത് റിസ്ക് എൻട്രി ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ വന്നാൽ സ്റ്റിൽ പ്ലാൻ ഓൺ ആണ്. ഇത് നിഫ്റ്റിയില് 3 മണി കഴിഞ്ഞു. സോ ആ പ്ലാൻ ക്യാൻസൽ ആണ്. 3 മണിക്ക് ശേഷം ഞാൻ ട്രേഡ് എടുക്കാറില്ല. നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിൽ വാലിഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഈ ഒരു പ്ലാൻ. പക്ഷെ 3 മണിക്ക് ശേഷം ഞാൻ ട്രേഡ് എടുക്കാറില്ല. ഇന്നത്തെ മൊത്തത്തിൽ ഒന്ന് റീക്യാപ്പ് ചെയ്താൽ നിഫ്റ്റി ഓർഡേഴ്സ് കുറവായിരുന്നു, അതിന്റെ എക്സ്പയറി ആയിരുന്നു. സോ നമ്മൾ നിഫ്റ്റി അധികം പ്ലാൻ ചെയ്തില്ല. ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ബൈ ആണ് പ്ലാൻ ചെയ്തത്. ഓവറോൾ ബൈ ആയിരുന്നു നമ്മളെ വ്യൂ. നമ്മളെ എക്സ്പെക്ടേഷൻ ഈ ഏരിയ വന്നിട്ട് എടുക്കുന്നില്ല. അതിന് മുന്നേ പ്രൈസ് കയറിപ്പോ ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ബയേഴ്സ് ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആയിരുന്നു. മോർണിംഗിലെ ബൈ ഓർഡേഴ്സ് പ്രിന്റ് ചെയ്ത ഏരിയ ആയിരുന്നു. സോ അതുവരെ നമുക്കൊരു സ്കാൽപ്പ് നമ്മൾ ഇതുവരെ പിടിച്ചു. തേർഡ് നമ്മൾ പ്ലാൻ ചെയ്ത സാധനം എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു സെല്ലാണ്. ഈ ഒരു പോയിന്റ് ക്ലോസ് ആയപ്പോൾ തന്നെ നമ്മൾ സെൽ വ്യൂ ആയി. അപ്പൊ നെക്സ്റ്റ് സെല്ല് എവിടെ നിന്നാണ് നമ്മൾ നോക്കിയത്. അതിനുശേഷം നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഏരിയ വൺസ് ഇതിന്റെ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് നമുക്ക്
എൻട്രി നോക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പൊ 3 മണി കഴിഞ്ഞുകൊണ്ട് ആ പ്ലാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഇതാണ് ഇന്നത്തെ ഒരു ഹോൾ റീക്യാപ്പ്. സോ ഇന്നത്തേക്ക് ഞാൻ എൻഡ് ചെയ്യുകയാണ്. നാളെ ലൈവ് കാണില്ല, ഞാൻ സ്ഥലത്ത് കാണത്തില്ല. നമുക്ക് മൺഡേ തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഇൻ കേസ് എനിക്ക് നാളെ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ നമ്മളെ പ്ലാൻ വേണമെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത് ചാനൽ ഇടാൻ നോക്കാം. അല്ലെങ്കിൽ ആസ് യൂഷ്വൽ മൺഡേ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൺഡേ തൊട്ട് ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാർക്കറ്റ് കയറി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ഇന്നും ഇന്നലെ ലാസ്റ്റ് 2 വീക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നും ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല ട്രേഡ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി അപ്കമിങ് വീക്സിന് നല്ല ട്രേഡ്സ് കിട്ടും എന്ന് തോന്നുന്നു. സോ ഞാൻ ഇന്നത്തേക്ക് എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. നിങ്ങൾക്ക് നാട്ടിൽ എടുക്കുക, ഞാൻ കാണില്ല, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ.